നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന ആകുലതകൾ, ഉത്കണ്ഠകൾ, ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരങ്ങൾ, നൊമ്പരങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായി നാം എല്ലാവരും അഭിഷേകം ചെയ്യപ്പെടുവാനാണ് ഈ ദിനങ്ങളിൽ പ്രകാരം ഒരു ശുശ്രൂഷ കർത്താവ് നമുക്കായി ഒരുക്കി തന്നത്. 100 സങ്കീർത്തനം 5 പറയുന്നത് പോലെ കർത്താവ് നല്ലവനാണ്. The Lord is good. Amen. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. ഏത് സാഹചര്യത്തിലും നമുക്ക് നന്മ മാത്രം ചെയ്യുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. നമ്മുടെ ബലമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. അത് മാറ്റമില്ലാത്തതാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ് കർത്താവിൻ്റെ വിശ്വസ്തത. കഷ്ടതയുടെയും ബുദ്ധിമുട്ടുകളുടെയും കൊടിയ പ്രതിസന്ധിയുടെയും ഈ നാളുകളിൽ പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ കരുതലിലും പരിപാലനയിലും വിശ്വസിച്ചു വളരുവാൻ നമുക്ക് സാധിക്കണം. പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആത്മഹത്യകൾ, അതുപോലെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, ഒത്തിരി പ്രയാസം വരുത്തുന്ന വിധത്തിലുള്ള അനേകം വാർത്തകൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന ഒരു തലമുറയിലാണ് നമ്മളായിരിക്കുന്നത്. ഇതിൻ്റെ മധ്യേ പ്രത്യാശയുടെ പ്രകാശങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാൻ, പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആത്മാവിനെ പകർന്നു കൊടുക്കുവാൻ ഈ തലമുറയിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏത് നേരത്തും നമ്മെ കരുതുവാൻ, പരിപാലിക്കുവാൻ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് കഴിയുമെന്നുള്ള ആഴമേറിയ ബോധ്യം പ്രിയ സഹോദര സഹോദരി നമുക്കുണ്ടാകണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയുള്ള ബന്ധത്തിലും എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ച ദൈവത്തിൻ്റെ വചനമാണ് ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമാണ് ഈ വചനം! കർത്താവിൽ വിശ്വസിക്കുന്നവർ, അവനിൽ ആശ്രയിക്കുന്നവർ, ആരെല്ലാം അവിടുത്തെ വിശ്വസ്തതയിൽ ശരണപ്പെടുന്നുവോ അവര് ജീവിക്കുന്നത് ഈ ലോകത്തിന്റെ സാധ്യതകൾ മൂലമല്ല, ഈ ലോകം നൽകുന്ന അവസരങ്ങൾ മൂലമല്ല, മറിച്ച് ദൈവപരിപാലന മൂലമാണ്. ദൈവപരിപാലനയിലാണ് എൻ്റെ വിശ്വസ്തർ, എൻ്റെ നീതിമാന്മാർ ജീവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ഒരുപാട് പ്രത്യാശ നൽകുന്ന വചനമാണിത്. ഞാനിത് പങ്കുവെക്കാൻ കാരണം എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരിയേറെ കഠിനമായ സഹനങ്ങൾ, മാനുഷിക ബുദ്ധിക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൊടിയ സമ്മർദ്ദങ്ങളും അതികഠോരമായ ക്ലേശങ്ങളും പലപ്പോഴും അനുഭവിക്കുവാനും അതിലൂടെ കടന്നു പോകുവാനും കർത്താവിനെ അനുവദിച്ചിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം വല്ലാതെ വേദനിച്ച വിഷമിച്ച നാളുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോഴും സഹനങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല സഹോദരങ്ങളെ. അത് അവസാന ശ്വാസം വരെ കർത്താവിനായി വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സഹനങ്ങളും ഞെരുക്കങ്ങളും പരിശോധനകളെല്ലാം ഉണ്ടാകും.
എന്നാൽ ഈ വചനം എന്നെ ഒരുപാട് തൊട്ടുണർത്തിയ വചനമാണ്. എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസം മൂലമാണ്, ദൈവപരിപാലനം മൂലമാണ്. ഈ ലോകത്തിന്റെ സാധ്യതകൾ മൂലമല്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, എത്ര ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളുടെ മധ്യയും നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാൻ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവിടുത്തെ പരിപാലനയ്ക്ക് ഒരു കുറവും വരുന്നില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ കലവറ അന്നും ഇന്നും എന്നും സമ്പന്നമാണ്. ആ കലവറയിൽ നിന്ന് എന്തുമാത്രം കർത്താവ് സപ്ലൈ ചെയ്താലും, അതെന്തുമാത്രം കർത്താവ് ഇങ്ങനെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ടിരുന്നാലും ആ കലവറയ്ക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. ആരെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നുവോ അവരെ പരിപാലിക്കുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസം മൂലം. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, വിശ്വാസം മൂലം ജീവിക്കും. ദൈവപരിപാലനം മൂലം ജീവിക്കും. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു കാര്യമല്ല. അതിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം നമുക്ക് വേണം. വിശ്വാസത്താലുള്ള ജീവിതം. അങ്ങനെ ജീവിച്ച ഒത്തിരിയേറെ ജീവിതങ്ങൾ നമുക്ക് പരിശുദ്ധ ബൈബിളിൽ കാണാം. ഹെബ്രായ പുസ്തകം 11 മുഴുവൻ, അധ്യായം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്താൽ ജീവിച്ച ദൈവമനുഷ്യരുടെ ജീവിതമാണ്. സഭാ ചരിത്രത്തിൽ കാണാൻ പറ്റും, അനേകം സഭാ പിതാക്കന്മാരെ, വിശുദ്ധാത്മാക്കള് വിശ്വാസത്താൽ ജീവിച്ചവരാണ്. ഈ ലോകത്തിൻ്റെ ഒരു സാധ്യതയും അവരെ അള്ളിപ്പിടിച്ചില്ല സഹോദരങ്ങളെ. ഈ ലോകം വെച്ച് നീട്ടി എല്ലാ സാധ്യതകളെയും അവർ തട്ടിത്തെറിപ്പിച്ച് ദൈവമായ കർത്താവിനെ മാത്രം അവർ സാധ്യതയായി മുറുകെ പിടിച്ചു. ആ സാധ്യതയിലേക്ക് മാത്രം എപ്പോഴും അവർ പ്രത്യാശയോടെ നോക്കി. എൻ്റെ നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസം മൂലമാണെന്ന വചനം അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വെറുതെ വായിച്ചു പോകാനുള്ള വചനമാണോ? ഇത് പ്രസംഗിക്കാനുള്ളൊരു വചനമാണോ? അല്ല സഹോദരങ്ങളെ, ഇത് ജീവിക്കുവാനുള്ള വചനമാണ്. വിശ്വാസത്താലുള്ള ജീവിതം, വിശ്വാസത്താലുള്ള പ്രാർത്ഥന, വിശ്വാസത്താലുള്ള ആരാധന, വിശ്വാസത്താലുള്ള സുവിശേഷ വേല, വിശ്വാസത്താലുള്ള ഇവാഞ്ചലൈസേഷൻ. പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. വാക്ക് ബൈ ഫെയ്ത്ത്. ഞങ്ങൾ കാഴ്ചയാലല്ല നയിക്കപ്പെടുന്നത്, വിശ്വാസത്താലാണ്. ദൈവ പരിപാലനയിലാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര വലിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നവനാണോ നീ? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവളാണോ നീ? ദൈവം നിന്നെ പരിപാലിക്കും. ആ പരിപാലനം അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് ഇടവരുത്തും സഹോദരങ്ങളെ. അതിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം വേണം. നമ്മൾ ഈ തൊട്ടാമാടി സ്വഭാവക്കാരായിരിക്കരുത്. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മൾ വാടി തളർന്നു. ഒരു ക്രൈസിസ് നേരിടേണ്ടി വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം വരുമ്പോൾ, ഒരു പ്രതികൂലത്തിനെ കാറ്റ് വീശുമ്പോൾ, എന്തെന്നില്ലാത്ത ചില കഷ്ടതകളും ചില ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വാടി തളർന്ന്, നമ്മുടെ വിശ്വാസം ക്ഷയിച്ച്, നമ്മൾ നിരാശപ്പെട്ട് വിഷാദത്തിൽ ആണ്ടുപോകുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. കർത്താവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച വിശ്വാസം ഇതാണോ ക്രിസ്തീയ വിശ്വാസം? ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനതിജീവിക്കുവാനുള്ള അഭിഷേക കൃപയിലേക്ക് നമ്മൾ വളരണം. അത് കർത്താവ് പ്രദാനം ചെയ്യും. ഹെബ്രായ പുസ്തകം 10:35 ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ആത്മധൈര്യം നമ്മൾ നശിപ്പിച്ച് കളയരുത് സഹോദരങ്ങളെ. ഏത് പ്രതിസന്ധിയുടെ മുൻപിലും നമ്മുടെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയരുത്. എത്ര വലിയ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും സഹനത്തിൻ്റെയും നടുവിലും നമ്മുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. അതിന് വലിയ പ്രതിഫലം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്.
നമ്മുടെ കർത്താവ് ആരാ സഹോദരങ്ങളെ? നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം എന്താണ്? നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള അവബോധം നമുക്കുണ്ടാകണം. ഈ റെവലേഷൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. ആരാണ് നമ്മുടെ കർത്താവ്? 50-ാം സങ്കീർത്തനത്തിൽ 12-ാം വചനത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതാണ്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. എന്താണ് എൻ്റെ അർത്ഥം? കർത്താവിനെ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മുടെ ആരുടെയും സഹായം വേണ്ട, ഒരു സപ്പോർട്ടും വേണ്ട, സയൻസിൻ്റെ സപ്പോർട്ടും വേണ്ട, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ്റെയും സപ്പോർട്ട് കർത്താവിന് വേണ്ട. എനിക്ക് വിശന്ന് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ശക്തനും അതിയായവനുമാണ് ഞാൻ. ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ധ്യാന കേന്ദ്രങ്ങൾ, മാധ്യമ ശുശ്രൂഷകൾ, കർത്താവിൻ്റെ ചാനലുകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, മറ്റ് മിഷൻ ടീമുകൾ എന്ന് വേണ്ട ഒരുപാട് മിനിസ്ട്രികളും സുവിശേഷ ശുശ്രൂഷകളും ഈ കാലഘട്ടത്തിലുണ്ട്. പലപ്പോഴും ഞെരുക്കത്തിലും സാമ്പത്തികമായ കഷ്ടതയിലും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ പല മിനിസ്ട്രികളും കടന്നു പോകുന്നൊരു സമയമാണ്. ദൈവത്തിൻ്റെ വചനം പറയാണ്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ച അത് ഏതൊരു ശുശ്രൂഷയായിക്കൊള്ളട്ടെ, ആ ശുശ്രൂഷകളെ പരിപാലിക്കുവാനും വളർത്തുവാനും പോറ്റുവാനും നിരന്തരം അതിനെ സഹായിക്കുവാനും കർത്താവിന് കഴിയുമെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളതിന് ആകുലപ്പെടേണ്ട. ഇതെങ്ങനെ ഇനി മുന്നോട്ട് പോകും? സഹായിക്കുന്ന പലരും സഹായം നിർത്തി, സപ്പോർട്ട് ചെയ്ത പലരും പിന്മാറിപ്പോയി. നടുകടലിൽ അകപ്പെട്ട ഒരു കളിവഞ്ചി പോലെ നമ്മുടെ ജീവിതത്തെയും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെയും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ ശുശ്രൂഷ ദൈവമാണ് നിന്നെ ഏൽപ്പിച്ചതെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട, സംശയിക്കേണ്ട. ഏത് സാഹചര്യത്തിലും തൻ്റെ ശുശ്രൂഷകളെയും പരിപാലിക്കുവാൻ, സഹായിക്കുവാൻ, വളർത്തി വലുതാക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ഈ ലോകവും അതിലുള്ള സമസ്തവും എൻ്റേതല്ലേ. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എനിക്ക് സാധിക്കും. ഞാൻ സർവശക്തനാണ്, എനിക്കെല്ലാം സാധ്യമാണ്. ഇതേ വചനം തന്നെയാണ് 24-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ കർത്താവ് പറയുന്നത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം ഈ വചനങ്ങൾ വായിക്കുമ്പോൾ. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും സകലതും കർത്താവിൻ്റെതാണ്. എല്ലാറ്റിൻ്റെയും സുപ്രീം ദൈവമായ കർത്താവാണ്. സകലത്തിൻ്റെയും അതിനാഥനും അതിൻ്റെ മേൽ ആധിപത്യമുള്ളവനും നമ്മുടെ കർത്താവാണ്. സഹോദരങ്ങൾ, മത്തായിയുടെ സുവിശേഷത്തിൽ ഉത്ഥാനത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് വെളിപ്പെടുത്തി കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം നടന്നുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു. 28:18 എന്താണ് യേശു പറഞ്ഞത്? യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരവും എൻ്റെ കരങ്ങളിലാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങളിലാണ് സഹോദരങ്ങളെ, മറ്റാരുടെയും കരങ്ങളിലല്ല. സർവാധിപനും സർവശക്തനുമായ നമ്മുടെ കർത്താവ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ചുള്ള ആഴമേറിയ ദർശനമാണ് ദൈവപരിപാലനയിൽ ജീവിക്കുവാൻ എപ്പോഴും നമ്മെ സഹായിക്കുന്നത്. ഇത് വെറും ഒരു ടീച്ചിങ് അല്ല സഹോദരങ്ങളെ, അതൊരു വെളിപാട് പറഞ്ഞു പോവുകയല്ല. ഇതാണ് സത്യം. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പ്രകാശം
നമ്മുടെ ആത്മാവിന് ലഭിക്കണം. അല്ലാത്തവരെപ്പോഴും ഉത്കണ്ഠയിലും പിറുപിറുപ്പിലും പരാതിയിലും നിരാശയിലും വിഷാദത്തിലുമായിരിക്കും. ഈ പ്രകാശം ലഭിച്ച ജീവിതങ്ങള്, അവർക്ക് പ്രതിസന്ധിയുണ്ട്, സഹനമുണ്ട്, ഞെരുക്കുണ്ട്, കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും പ്രത്യാശയോടെ കർത്താവിന്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിച്ച് അവർ ദൈവപരിപാലനയിൽ ജീവിക്കുന്നവരായി മാറും. ഈ ഒരു അഭിഷേകമല്ലേ ഈ നാളുകളിൽ നമ്മൾ സ്വന്തമാക്കേണ്ടത്. 81 കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ സങ്കീർത്തന വചനത്തിന്റെ യഥാർത്ഥ അർത്ഥം എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രകാശിപ്പിച്ചു തന്നു. 81 സങ്കീർത്തനം 10, അത് POC വെർഷനിൽ കൃത്യം അതിൻ്റെ വ്യാഖ്യാന അർത്ഥം നമുക്ക് പിടികിട്ടത്തില്ല. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, കാത്തലിക് ഇംഗ്ലീഷ് അതിൻ്റെ വെർഷൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവിടെ എന്താണ് പറയുന്നത്? 81 സങ്കീർത്തനം 10 വചനം, നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. 81:10 പറയാണ്, നീ വാ തുറക്കുക, എന്ത് ചെയ്യാം? ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. ഇംഗ്ലീഷിൽ പറയുന്നത് ഓപ്പൺ യുവർ മൗത്ത് വൈഡ്, നീ വിശാലമായി വാ തുറക്കുക, നിന്റെ വാ വിശാലമാക്കുക, നിന്റെ വാ വിശാലമാക്കുക. ഞാനത് നിറയ്ക്കും, ഞാനത് നിറയ്ക്കും. നിന്റെ വാ വിശാലമായി നീ തുറക്കുക, ഞാനത് നിറയ്ക്കും. കർത്താവ് പ്രോമിസ്, ഞാനത് നിറയ്ക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ഏത് ആവശ്യവും നിറവേറ്റാൻ കർത്താവിന് സാധിക്കുമെന്നാണ് ഈ വചനം പറയുന്നത്. നിന്റെ വാ വിശാലമാക്കുക, ഓപ്പൺ യുവർ മൗത്ത് വൈഡ് ആൻഡ് ഐ വിൽ ഫിൽ ഇറ്റ്, ആൻഡ് ഐ വിൽ ഫിൽ ഇറ്റ്. ഞാനത് നിറയ്ക്കും, ഞാനത് നിറയ്ക്കും, ഞാൻ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റും. നമുക്ക് ഒരുപാട് പ്രത്യാശ പകരുന്ന വചനമല്ല ഇത്. നമ്മുടെ വേദനയുടെ നിമിഷം ഈ വചനം വിശ്വസിക്കണം. നിങ്ങൾ ഈ വചനം ഏറ്റു പറയണം, ഈ വചനം ക്ലെയിം ചെയ്യണം, ഈ വചനം ഉച്ചത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കണം. കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിന്റെ വാ വിശാലമാക്കുക, ഞാനത് നിറയ്ക്കും. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുകയായിരുന്നു, യഹോവ ജയറയായി കർത്താവ് കരുതുന്നവനാണ് എന്നുള്ള ആ പ്രകാശം ദൈവം ആദ്യം നൽകുന്നത് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനാണ്. യഹോവ ജയറയാണ് കർത്താവ്, തൻ്റെ ജനത്തെ കരുതുന്നവനും പരിപാലിക്കുന്നവനുമാണെന്ന്. ഉൽപ്പത്തി പുസ്തകം 22:14 വചനം. നമ്മുടെ ഈ ശുശ്രൂഷയുടെ ആധാര വചനമാണിത്. എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ ആ വചനം വായിച്ച്. അബ്രഹാം ആ സ്ഥലത്തിന് യാഹവീരെ എന്ന് പേരിട്ടു, യഹോവ ജയറ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. യഹോവ ജയറേ, തന്റെ ജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ് കർത്താവ്. ഇന്നുവരെയും അത് പറയപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്താവ് നമ്മളെ പരിപാലിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കരുതൽ നമുക്ക് ലഭ്യമാകുന്നത്? നമ്മുടെ യോഗ്യതയാണോ? നമ്മുടെ പ്രാർത്ഥനയാണോ? നമ്മുടെ സൽപ്രവൃത്തികളാണോ? നമ്മുടെ പുണ്യങ്ങളാണോ? അതെല്ലാം കാര്യങ്ങളുണ്ട് അതിലൊക്കെ. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി കർത്താവ് നമ്മളെ കരുതുന്നവനും നമ്മളെ പരിപാലിക്കുന്നവനുമായി മാറുന്നതിൻ്റെ അടിസ്ഥാനം അതവിടുത്തെ വിശ്വസ്തതയാണ്, കർത്താവിൻ്റെ ദയയാണ്, കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. അവിടുന്ന് നമ്മെ കരുതുന്നതിൻ്റെ ആധാരം നമ്മളിത് മനസ്സിലാക്കണം. 91 സങ്കീർത്തനം 4 വചനത്തിൽ സങ്കീർത്തകൻ ഉച്ചത്തിൽ പറയുന്നുണ്ട്, തൻ്റെ തുവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും.
കർത്താവിൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയമായി. ഏത് പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും പൈശാചിക പോരാട്ടങ്ങളിലും സാത്താൻ്റെ തിരിച്ചടികളിലും ഒരു പരിച പോലെ കർത്താവിൻ്റെ വിശ്വസ്തത നമ്മെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരു പരിച പോലെ കർത്താവിൻ്റെ വിശ്വസ്തത നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നു, നമ്മെ ആവരണം ചെയ്യുന്നു. കുടുംബങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നു. അവിടുത്തെ വിശ്വസ്തതയാണ് അവിടുത്തെ പരിപാലനയുടെ അടിസ്ഥാനം. സഹോദരൻ പൗലോസ്ലീഹ ഈ സത്യസഭയോട് പറയുന്നുണ്ട്. റോമർ 9:16 റോമർ 9:16 എന്താണ് വചനം പറയുന്നത്? ദൈവത്തിന്റെ വചനം പറയാണ്, അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. കർത്താവ് നമ്മളെ കരുതുന്നതിന്റെ അടിസ്ഥാനം എന്താ സഹോദരങ്ങളെ? നമ്മുടെ പുണ്യങ്ങളും നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സൽപ്രവൃത്തികൾ, അതൊന്നും ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ എത്രയോ വലുതാണ് കർത്താവിൻ്റെ ദയ, നമ്മോടുള്ള കർത്താവിൻ്റെ വിശ്വസ്തത. ഈ വിശ്വസ്തതയാണ് നമുക്ക് ആ പരിപാലനം അനുഭവിക്കാൻ പറ്റുന്നത്. തുറന്ന് നമ്മൾ മനസ്സിലാക്കണം, ആർക്കാണ് കർത്താവിൻ്റെ പരിപാലനം ലഭിക്കുന്നത്? ശ്രദ്ധയോടെ നിങ്ങൾ ഇരിക്കണം സഹോദരൻ. ദൈവപരിപാലനം എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുകയില്ല. നമ്മളെല്ലാവരും കർത്താവിൻ്റെ പ്രൊവിഷൻ അനുഭവിക്കണം എന്നുള്ളതാണ് ദൈവ പദ്ധതി. എന്നാൽ ഈ പരിപാലനം അനുഭവിക്കാൻ പറ്റുന്നത് ആർക്കാ സഹോദരങ്ങൾ? കർത്താവിൻ്റെ ആഗ്രഹം എല്ലാവരും ഇത് അനുഭവിക്കണമെന്നാണ്, ഈ കൃപയിൽ ജീവിക്കണമെന്നാണ്. എന്നാൽ ഇത് സ്വന്തമാക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? നമ്മളിത് മനസ്സിലാക്കണം. ഒന്നാമതായി ഈ പ്രൊവിഷൻ, ദൈവപരിപാലന ലഭിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്ക്, കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക്, കർത്താവിനെ സ്നേഹിക്കുന്ന മിനിസ്ട്രികൾക്ക്, കൂട്ടായ്മകൾക്കാണ്. ദൈവം തൻ്റെ കാരുണ്യത്താൽ നമ്മെ പലപ്പോഴും സഹായിക്കും, അനുഗ്രഹിക്കും, സുഖപ്പെടുത്തും, നമ്മെ കർത്താവ് വഴി നടത്തും. എന്നാൽ നിരന്തരമായ ദൈവപരിപാലന അനുഭവിക്കാൻ കഴിയുന്നത് ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്ന ജീവിതങ്ങളിലേക്കാണ് ഈ പരിപാലനയുടെ പ്രവാഹം ഉണ്ടാകുന്നത്, നിറഞ്ഞൊഴുക്കുണ്ടാകുന്നത്. 145 സങ്കീർത്തനം 20 വചനം നിങ്ങൾ ഉണർവോടെ വചനം വായിക്കണം. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. ഒരു ഉച്ചത്തിൽ പറഞ്ഞേ, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. ആരെയാണ് കർത്താവ് പരിപാലിക്കുന്നത്? എല്ലാവരെയും അല്ല സഹോദരങ്ങളെ, തന്നെ സ്നേഹിക്കുന്നവരെയാണ് കർത്താവ് പരിപാലിക്കുന്നത്. അപ്പോൾ ദൈവപരിപാലനം അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്നേഹിക്കണം. നമ്മൾ കർത്താവിനെ എന്താണ് കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ വാക്കുകൊണ്ട് സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നീ പറയുന്നതാണോ ആ സ്നേഹം? ദൈവത്തിൻ്റെ വചനം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വചനം, 1 ജോൺ 5:3 എന്താണ് വചനം പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കർത്താവിനെ സ്നേഹിക്കെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുക, വചനം ജീവിക്കുക, ദൈവവചനം അനുസരിക്കുക. എപ്പോഴും എവിടെയും എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ അനുസരിക്കുന്നവരിലേക്കാണ് ഈ പ്രൊവിഷൻ കടന്നു വരുന്നത്, ഈ പരിപാലനം അനുഭവിക്കാൻ കഴിയുന്നത്. എപ്പോഴും കർത്താവിനോടുള്ള അനുസരണത്തിൽ നമ്മൾ വളരണം. നമ്മുടെ കുടുംബങ്ങൾ വളരണം, മക്കൾ വളരണം, തലമുറ വളരണം, കൂട്ടായ്മകൾ വളരണം. ഒബീഡിയൻസ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കുകളല്ല, അത് കർത്താവിൻ്റെ വചനങ്ങളോടുള്ള അനുസരണമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. യഹോവ ജയറയായി
ആ മലമുകളിൽ അബ്രഹാമിനും കൊച്ചിസഹാക്കിനും ആ മുട്ടാടിനെ കർത്താവ് പ്രദാനം ചെയ്ത് എന്തുകൊണ്ടാണെന്നറിയോ? 22:18 കൃത്യമായി വചനം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി 22:18. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്, ഉച്ചത്തിൽ വചനം ഏറ്റു പറഞ്ഞ്, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്, നീ എൻ്റെ വചനം അനുസരിച്ചത് കൊണ്ട്, നീ എൻ്റെ വചനം അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമേ, നീ എൻ്റെ വചനം അനുസരിച്ചു, നീ എൻ്റെ വാക്ക് അനുസരിച്ചു. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിക്കുക, വചനം ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം. അതെല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം. നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, തൊഴിൽ മേഖലകളിൽ, ഉത്തരവാദിത്തങ്ങളിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒത്തിരി വചനങ്ങളുണ്ട് സഹോദരങ്ങളെ. ഈ വചനങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം. ലോകത്തിൻ്റെ അരൂപിയിലല്ല ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത്. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിറങ്ങളിലുമല്ല ഞാനും നിങ്ങൾ ജീവിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാ, പരിശുദ്ധ വചനമുള്ളവരാ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ജീവിതങ്ങളാ. നമ്മൾ ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങളിലും അടിപൊളികളിലും ജഡീകതകളിലും സുഖലോലുപതകളിലും മുങ്ങിത്താന്ന് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണോ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല സഹോദരങ്ങളെ. ഈ ലോകത്തിൻ്റെ അരൂപിക്കനുസരിച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കേണ്ടവരാണ്. ദൈവവചനം മുറുകെ പിടിച്ച് ജീവിക്കേണ്ടവരാണ്. നീ എൻ്റെ വചനം അനുസരിക്കുക. വചനം അനുസരിക്കുന്നവരിലാണ് കർത്താവിൻ്റെ പ്രൊവിഷൻ, പരിപാലനം. വചനമനുസരിക്കുന്ന കൂട്ടായ്മകളിൽ, മിനിസ്ട്രികളിൽ, ധ്യാന കേന്ദ്രങ്ങൾ, അവിടെ പരിപാലന ഉണ്ടാകും സഹോദരങ്ങൾ. അത് പറ്റില്ല, അത് കെട്ടുപോവില്ല, അഭിഷേകം കെട്ടുപോവില്ല. വർഷങ്ങൾ കഴിയും തോറും കൃപയിൽ വളർത്തി 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 ഈ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മ പരിപാലിച്ചുകൊണ്ടിരിക്കും. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. അപ്പൊ സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അനുസരണമാണ്. കർത്താവിനോടുള്ള അനുസരണം, വചനത്തോടുള്ള സമർപ്പണം. 91 സങ്കീർത്തനം 14 വചനം ഈ സത്യം പറയുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ആരെല്ലാം ആ സ്നേഹത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്നുവോ, കർത്താവിനോട് ചേർന്ന് നടക്കുന്നുവോ, അവരെ കർത്താവ് പരിപാലിക്കും, കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്രകാരമുള്ള കുടുംബങ്ങൾ, നമ്മുടെ കുടുംബ തകർച്ചകൾ മാറണോ? കുടുംബ തകർച്ചകളിൽ ദൈവം പ്രവർത്തിക്കണോ? നമ്മുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ മാറണോ? നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിൽ നിറയണോ? നമ്മുടെ കുടുംബമായി കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനോട് അനുസരണത്തിൽ വളരണം, സൺഡേ സാബത്ത് ആചരിക്കണം. നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ദൈവപരിപാലന വേണമെന്ന് പറഞ്ഞ് കിട്ടില്ല സഹോദരങ്ങളെ. നമ്മൾ അങ്ങനെ ജീവിക്കുന്നു എന്നല്ല പറയുന്നത്. വില കൊടുത്ത് കർത്താവിനെ അനുസരിക്കണം. സൺഡേ സാബത്ത് മാത്രമല്ല, വിശ്വാസപരമായി വിശുദ്ധിയുടെ മേഖലകളിൽ, വിശ്വസ്തതയുടെ മേഖലകളിൽ, സ്നേഹത്തിൻ്റെ മേഖലകളിൽ കർത്താവ് തന്നിരിക്കുന്ന ഒത്തിരി വചനങ്ങളുണ്ട്. ഇതൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. രണ്ടാമത്തത്, ആർക്കാണ് ഈ പരിപാലന ഉണ്ടാകുന്നത്? തൻ്റെ വിശ്വസ്തർക്കാണ്. ആരെല്ലാം കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നുവോ തൻ്റെ വിശ്വസ്തരെ കർത്താവ് പരിപാലിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ, തൻ്റെ വിശ്വസ്തരെ കർത്താവ് പരിപാലിക്കുന്നു. തൻ്റെ വിശ്വസ്തരെ കർത്താവ് പരിപാലിക്കുന്നു. തൻ്റെ വിശ്വസ്തരെ കർത്താവ് പരിപാലിക്കുന്നു. 31 സങ്കീർത്തനം 23 വചനം, 31:23 എന്താണ് വചനം പറയുന്നത്? കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ, അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. വിശ്വസ്തരെ പരിപാലിക്കുന്നു. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. കർത്താവിനോടും കർത്താവിൻ്റെ വചനങ്ങളോടും ആരെല്ലാം വിശ്വസ്തത പുലർത്തുന്നുവോ, മുഖപക്ഷമില്ല കർത്താവിനെ.
മുഖപക്ഷമില്ല. അപ്രകാരമുള്ള കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, മിനിസ്ട്രികളെ കർത്താവ് പരിപാലിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ പരിപാലനയുടെ ആ ഒഴുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പരിശോധിക്കണം, നമ്മൾ കർത്താവിൻ്റെ പ്ലാനിലാണോ, കർത്താവ് ഏൽപ്പിച്ചതാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കർത്താവ് നിർത്തിയ ആ റൈറ്റ് പ്ലേസിലാണോ നമ്മൾ ആയിരിക്കുന്നത്, കർത്താവിൻ്റെ ഹിതത്തിലാണോ നമ്മൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ തലമുറ, എൻ്റെ സഹോദരങ്ങളെ, വളരെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇതിനെക്കുറിച്ച് അവബോധമുള്ളവരാവണം. കർത്താവ് പരിപാലിക്കുന്നില്ല, എനിക്ക് ദൈവപരിപാലനം അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. കർത്താവ് നമ്മളെ എല്ലാം പരിപാലിക്കുന്നവനാണ്. എന്നാൽ ഈ പരിപാലനം നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ വിശ്വസ്തതയിൽ വളരണം, സ്നേഹത്തിൽ വളരണം, അനുസരണത്തിൽ വളരണം. തന്നനുസരിക്കുന്നവരിലാണ് ഈ പരിപാലനയുടെ അനുഭവം ഉണ്ടാവുന്നത്. തൻ്റെ വിശ്വസ്തർക്ക് ദൈവം തൻ്റെ പ്രൊവിഷൻ അത് പകർന്നു കൊടുക്കുക സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ വളരെ കർശനമുള്ളവരാവണം. തൻ്റെ വിശ്വസ്തരെ കർത്താവ് പരിപാലിക്കുന്നു. തൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾക്ക് എന്തും കർത്താവ് ചെയ്തു കൊടുക്കുന്നു. എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്ത് ചെയ്തു കൊടുക്കുക കർത്താവ് അവർക്ക്. സാമുവേലിന്റെ 1-ാം പുസ്തകം 2:9, 1 സാമുവേൽ 2:9 ദൈവത്തിൻ്റെ വചനം പറയാണ്, തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. അവരിടറിപ്പോകുവാൻ, വീണുപോകുവാൻ, അവരുടെ പാദങ്ങൾ ദുർബലമാകുവാൻ ഒരു നാളും കർത്താവ് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം? കർത്താവ് അവരെ നിലനിർത്തും. ആർക്കും അവരെ പിടിതു കളയാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല, അവരെ തകർക്കാൻ പറ്റില്ല. കർത്താവിന്റെ അഭിഷേകത്തിന്റെ കരങ്ങൾ അവരുടെ മേലുണ്ട്. അവരെ ആ മഹത്വം പൊതിഞ്ഞിരിക്കുക. സ്തുതിക്കുന്ന കർത്താവേ, ഒരു അന്ധകാര ശക്തിക്ക് തകർക്കാൻ പറ്റില്ല. ഒരു മാനുഷിക ശക്തികൾക്കും അവരെ കെണിയിലകപ്പെടുത്തി തകർക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. അവരുടെ കാലുകളെ കർത്താവ് കാക്കുന്നു, അവരുടെ ജീവിതങ്ങളെ കർത്താവ് സൂക്ഷിക്കുന്നു. തന്റെ വിശ്വസ്തരെ കർത്താവ് പരിപാലിക്കുന്നു, നിരന്തരം പരിപാലിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ, സ്നേഹം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവാശ്രയത്വം വർദ്ധിപ്പിക്കണമേ, അനുസരണം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങൾ? മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന് മുമ്പിൽ നമ്മൾ അനുതപിക്കണം. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു. അവരിടറി വീഴുവാൻ, അവർ തകർന്നു പോകുവാൻ, അവരിളക്കി മാറ്റുവാൻ ഒരു പൈശാചിക ശക്തിക്കും ഒരു മാനുഷിക ശക്തിക്കും സാധ്യമല്ല. കർത്താവാണ് അവരെ നട്ടിരിക്കുന്നത്. ഞാൻ ടീം ഷെഖേനയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, കർത്താവിനോടുള്ള സ്നേഹത്തിലും അനുസരണത്തിലും, കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങളോടുള്ള വിശ്വസ്തതയിലും സമർപ്പണ ബോധത്തിലും നമ്മൾ വളരുന്നുണ്ടെങ്കിൽ ഒരു തിന്മയ്ക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല, ഒരു ശക്തിക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. താൽക്കാലികമായി നമ്മളെ ഇങ്ങനെ വട്ടം കറക്കാൻ പറ്റുമെങ്കിലും അതെല്ലാം കർത്താവ് കൃപകളാക്കി മാറ്റും. കർത്താവ് നമ്മളെ പരിപാലിക്കും. കർത്താവ് നമ്മളെ ദിനംതോറും വളർത്തും. എൻ്റെ സഹോദരൻ, ഇത് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കണം. വെളിപാട് പുസ്തകം 2:10 ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, സ്മിർണയിലെ സഭയെ നോക്കി പരിശുദ്ധാത്മ പറയുക, സഭയുടെ നാഥനും കർത്താവുമായ യേശു എന്താണ് പറയുന്നത്? നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ തരും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ശ്രദ്ധിച്ച്, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയോട് ഞാനൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ഇതിൽ കള്ളത്തരം കാണിക്കരുത്. ഞാൻ ബോധപൂർവം കർത്താവിനെ ചതിക്കരുത്, കർത്താവിനെ വേദനിപ്പിക്കരുത്, നിരന്തരം കർത്താവിനോട് അനുസരണക്കേട് കാണിച്ച് അവിടുത്തെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് എന്താ നമ്മോട് പറയുന്നത്?
നീ വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. നിന്റെ വിളിയോട് വിശ്വസ്തയായിരിക്കുക, ശുശ്രൂഷയോട് വിശ്വസ്തയായിരിക്കുക. കർത്താവിനുള്ള ബന്ധത്തിൽ, ആ സ്നേഹത്തിൽ, അനുസരണത്തിൽ, സമർപ്പണത്തിൽ എല്ലാം നമ്മൾ വിശ്വസ്തരാകണം സഹോദരൻ. വിശ്വസ്തർ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? വിശ്വസ്തരാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. കർത്താവിനെ അനുസരിക്കുന്നവർ, വചനം അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. വെളിപാട് 3:8 പറയുന്നില്ല. ആകയാൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഇതാ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ആർക്കും ആ വാതിൽ അടയ്ക്കുവാൻ, പൂട്ടുവാൻ സാധിക്കുകയില്ല. ഞാനാണ് ആ വാതിൽ നിന്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഓ, എത്ര ശക്തമായ വചനമാണിത്! ഇത് നമുക്കുള്ള വചനമല്ലേ, നമുക്കുള്ള പ്രോമിസ് അല്ലേ? വചനം കാക്കുന്നവർക്ക്, വചനം സ്നേഹിക്കുന്നവർക്ക്, വചനം ജീവിക്കുന്നവർക്ക്, വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക്, വചനത്തോട് വിശ്വസ്തത പുലർത്തുന്നവർക്കുള്ള കർത്താവിന്റെ പ്രോമിസാണ് വെളിപാട് 3:8. ഈ പ്രോമിസ് ഉള്ളവരാണ് നമ്മൾ സഹോദരങ്ങൾ. ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്, നമ്മൾ തിരിച്ചറിയണം, കർത്താവിൻ്റെ പ്രൊവിഷൻ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതൊക്കെ നമ്മൾ സ്നേഹിക്കുമ്പോഴും അനുസരിക്കുമ്പോഴും വിശ്വസ്ത പുലർത്തുമ്പോഴും സഹനം ഉണ്ടാവും, ഞെരുക്കുണ്ടാവും. ഇതില്ലാതെ ഒരു വിശ്വാസ ജീവിതമില്ല. ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ആ സമയങ്ങളിലും കർത്താവ് നമ്മളെ മെല്ലെ മെല്ലെ കൈപ്പിടിച്ച് നടത്തും. അത്ഭുതകരമായ കർത്താവ് നമ്മളെ കൈപ്പിടിച്ച് നടത്തും സഹോദരൻ. നമ്മൾ ചിന്തിക്കും, ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇത് അവസാനിപ്പിക്കാം, അതിപ്പോൾ നിർത്തിവെക്കാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ഇവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ കൂടെയുള്ളവർ പറയും നമുക്ക് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം. അപ്പോൾ ഉള്ളിൽ അത്രങ്ങട് നമുക്ക് നിർത്തിവെക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. കാരണം ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്, ഇത് കർത്താവിൻ്റെ സ്ഥാപനമാണ്, ഇത് കർത്താവ് ഏൽപ്പിച്ച സംവിധാനമാണ്. വി ആർ നത്തിങ്. ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം കർത്താവിൻ്റെതാണ്. എവരിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. അപ്പോൾ ഉള്ളിൽ പലപ്പോഴും ഉറപ്പ് കിട്ടാറില്ലെങ്കിലും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ക്യാൻറ്റീൻ പ്രവർത്തനങ്ങൾ ദൈവമേ എത്രയോ പ്രാവശ്യം നിർത്തിവെക്കാൻ പരിശ്രമിച്ചു. ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ചാപ്പൽ ഈ മീഡിയ കോംപ്ലക്സിൻ്റെ പുറകിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അത് നടത്തിക്കൊണ്ടുപോകുന്ന ആ പ്രതിസന്ധികളുടെ നടുവിലാണ് ഇത്തരം ശുശ്രൂഷകൾ കർത്താവ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ എൻ്റെ സഹോദരങ്ങളെ, നിർത്തിവെക്കാമെന്ന് ചിന്തിച്ച് നമ്മൾ ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പരിപാലന കാണുകയാണ്. അതിശയകരമായി കർത്താവ് ആ സമയത്തെ പ്രശ്നം, പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ ഒരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മറ്റു പല വിധത്തിലുള്ള സപ്പോർട്ടോ കർത്താവ് തന്ന് പതുക്കെ പയ്യെ ആ ശുശ്രൂഷകളെ കർത്താവ് ഇങ്ങനെ നയിച്ച് കൊണ്ടുപോവുക. അത് നിന്നു പോകാൻ ഇന്നോളം കർത്താവ് അനുവദിച്ചിട്ടില്ല. യെസ്, നമ്മൾ വിശ്വസിക്കണം സഹോദരങ്ങളെ. നമ്മൾ വിശ്വസ്തരാകുക, അനുസരണമുള്ളവരാകുക, വിശ്വാസത്തിൽ വളരുന്നവരാകുക, കർത്താവിനെ എപ്പോഴും സ്നേഹിക്കുന്നവരാകുക. തൻ്റെ വിശ്വസ്തരെ കർത്താവ് പരിപാലിക്കുന്നു. പ്രഭാഷകൻ 1:27, പ്രഭാഷകന്റെ പുസ്തകം 1:27 വായിച്ച്, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് കണ്ട് കർത്താവ് വിശ്വസ്തതയിലും വിനയത്തിലുമാണ് ആനന്ദിക്കുന്നത്. കർത്താവ് പ്രസാദിക്കുന്നത് എന്തിനാണ്? വിശ്വസ്തതയിലാണ് കർത്താവിൻ്റെ ആനന്ദം. താഴ്മയിൽ, എളിമയിലാണ് കർത്താവിൻ്റെ ആനന്ദം. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, സ്നേഹം വർദ്ധിപ്പിക്കണം, അനുസരണം വർദ്ധിപ്പിക്കണം, വിശ്വസ്തത വർദ്ധിപ്പിക്കണം. ഒരു സെക്കൻഡ് എഴുന്നേറ്റ് കർത്താവിൻ്റെ തിരുമുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഹൃദയം തുറന്ന് കരങ്ങൾ ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ നാമം വിളിക്കുക. എല്ലാം മറന്ന് കർത്താവിനെ വിളിക്കുക. സർവശക്തിയോടെ കർത്താവിനെ വിളിക്കുക. നമ്മുടെ നിത്യസഹായകനായ കർത്താവിന് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുക. അവിടുത്തെ അത്ഭുത നാമത്തെ സ്വരമുയർത്തി വിളിച്ചപേക്ഷിക്കുക. യഹോവ ജയറയായി നമ്മുടെ മധ്യേ കർത്താവുണ്ട്. യഹോവ ജയറയായി
നമ്മുടെ മധ്യേ കർത്താവുണ്ട്. അവൻ നമ്മുടെ മധ്യേ വസിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവൻ നമ്മെ പരിപാലിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക, ശക്തിയോടെ വിളിക്കുക, ഹൃദയം തുറന്ന് വിളിക്കുക. ഹല 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 ഹല. കർത്താവേ, പ്രവർത്തിക്കണമേ, കൃപ വർഷിക്കണമേ, കൃപ ചൊരിയണമേ. നിത്യസഹായകനായ കർത്താവേ, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണമേ, അനുസരണം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഒന്നിച്ചു വിളിക്കുന്നു, യേശുവേ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാക്കുമാറുകയില്ല. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവന്റെ വിശ്വസ്തതയാണ് അവന്റെ പരിപാലനയുടെ അടിസ്ഥാനം. യെസ് ലോർഡ്, ഐ ബിലീവ് ലോർഡ്. കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കരങ്ങൾ കോർത്ത് പിടിച്ച് കർത്താവിന്റെ പ്രോമിസിലേക്ക് നോക്കി ആനന്ദത്തോടെ എല്ലാ ഭാരങ്ങളെയും വിട്ടുകളഞ്ഞു. യഹോവ ജയറയായി എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ മക്കളോടൊപ്പമുണ്ട്. അവൻ എന്റെ തലമുറകളെ നയിക്കുന്നു. എന്റെ ആവശ്യങ്ങൾ എന്റെ കർത്താവ് ഇരിക്കുന്നു. ആമേൻ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? യേശുവേ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. എന്റെ യേശു അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. ഈശോയേ, അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ആമേൻ, ആമേൻ. ഇല്ല, അവൻ ഇല്ല, ഒരിക്കലുമില്ല. കർത്താവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വസ്തത വർദ്ധിപ്പിക്കണേ, സ്നേഹം വർദ്ധിപ്പിക്കണേ, അനുസരണം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കുന്നു, യേശുവേ, ഈശോയേ. കർത്താവേ, അവിടുത്തെ ജനം അനുഭവിക്കുന്ന തകർച്ചകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, അവരനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക പരാധീനതകളിൽ നിന്ന്, മനക്ലേശങ്ങളിൽ നിന്ന്, കൊടിയ സഹനങ്ങളിൽ നിന്ന് കർത്താവെ വിമോചിപ്പിക്കണമേ. അവിടുത്തെ ജനത്തെ വിമോചിപ്പിക്കണമേ. അങ്ങനെ ജനത്തെ സുഖപ്പെടുത്തണമേ. അവിടുത്തെ കരുതൽ അനുഭവിക്കുവാൻ, പരിപാലന അനുഭവിക്കുവാൻ അവിടുത്തെ ജനത്തോട് വിശ്വസ്തത വെളിവാക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, സ്നേഹിക്കുന്ന കർത്താവ്, വിശ്വസ്തനായ കർത്താവേ. വിശ്വസിച്ച് രാമേൻ പറഞ്ഞ ആമേൻ. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പരിപാലനം ലഭിക്കുന്നത് ഇവിടുത്തെ സ്നേഹിക്കുന്നവർക്കാണ്. കർത്താവിനെ നിരന്തരം അനുസരിക്കുന്ന, വചനം ജീവിക്കുന്ന, കർത്താവിന്റെ വിശ്വസ്തത പുലർത്തുന്നവർക്കാണ്. മൂന്നാമതായി
ശ്രദ്ധിക്കണമേ. മൂന്നാമതായി, കർത്താവിൻ്റെ പരിപാലനം ആർക്കാണ് ലഭിക്കുന്നത്? താഴ്മയുള്ളവർക്കാണ്. തൻ്റെ എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. താഴ്മയുള്ള ജീവിതങ്ങളെ എപ്പോഴെവിടെയും കർത്താവ് പരിപാലിക്കുന്നു. 116 സങ്കീർത്തനം 6-ാമത്തെ വചനം. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എന്തുമാത്രം തകർന്നു വീണാലും തട്ടി വീണാലും സഹായത്തിനായി കർത്താവിനോട് നിലവിളിക്കുമ്പോൾ തൻ്റെ എളിയവരെ കർത്താവ് രക്ഷിക്കുന്നു. അവരെ കർത്താവ് വീണ്ടും പടുത്തുയർത്തുന്നു, അവരെ പരിപാലിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, താഴ്മ വളരെ പ്രധാനപ്പെട്ട ദൈവിക പുണ്യമാണ്. നമ്മളെപ്പോഴും താഴ്മയുള്ളവരാകണം. അഹങ്കാരത്തിൻ്റെ കൊമ്പുകൾ നമ്മളെ നശിപ്പിച്ച് കളയും. പരിശുദ്ധ ബൈബിളിൽ അനേകം ജീവിതങ്ങൾ നശിപ്പിച്ചത് അഹങ്കാരമാണ്. പ്രഭാപൂർണനായ മാലാഖയെ പിശാചാക്കി മാറ്റിയത് അഹങ്കാരമാണ്. അഹങ്കാരം നമ്മെ പിശാചാക്കുന്നു. അഹങ്കാരമുള്ളിടത്ത് പരിശുദ്ധാത്മാവല്ല, പിശാചാണുള്ളത്. അഹങ്കാരം നമ്മളെ പിശാചാക്കി, നമ്മളെ തിന്മയാക്കി, സാത്താനാക്കി മാറ്റുന്ന സഹോദരങ്ങൾ. പറയുന്നതിൽ വിഷമമുണ്ട്. അത് എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ പിശാചിനടിമപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവിന് ഇതെപ്പോഴും നമ്മളിങ്ങനെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് കർത്താവിന് ഒത്തിരി സന്തോഷ സഹോദരൻ. പറഞ്ഞ കാര്യം ഇത് ഇന്ന് എല്ലാ ദിവസവും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. എൻ്റെ കുടുംബം, മക്കൾ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരിമാർ, എൻ്റെ സഹോദരങ്ങൾ, കർത്താവിൻ്റെ വിശ്വസ്തതയാണ്, കർത്താവിൻ്റെ കാരുണ്യമാണ്. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ കർത്താവ് ഇത് ചെയ്യാൻ എന്നെ സഹായിക്കുന്നു, എന്നെ പ്രചോദിപ്പിക്കുന്നു. അതിനുള്ള കൃപ കർത്താവ് തരുന്നു. എന്നെ കർത്താവ് ഇവിടെയാണ് നിർത്തിയത്. കർത്താവിൻ്റെ കരങ്ങളാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഓർത്ത് എന്തുമാത്രം നമ്മൾ താഴ്മയോടെ നമ്മളിത് ഏറ്റുപറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അത് ഈശോയുടെ ഹൃദയത്തിന് വലിയ സന്തോഷമാണ്. പ്രകാരമുള്ള ജീവിതങ്ങളെ കർത്താവ് പരിപാലിക്കും സഹോദരൻ. അവരെ സംരക്ഷിക്കും. അവർക്ക് വേണ്ടതെല്ലാം കർത്താവ് പ്രദാനം ചെയ്യും. എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യാക്കോബിന്റെ ലേഖനം 4:10 ദൈവത്തിന്റെ വചനം ഇതാണ് പറയുന്നത്: കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവ് നമ്മളെ ഉയർത്തും, കർത്താവ് പരിപാലിക്കും. നമ്മളെ താഴ്ത്തുന്നത് ഉയർത്താൻ വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും തകർക്കപ്പെടുന്നത് കർത്താവ് നമ്മളെ മഹത്വത്തോടെ പണിയുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് താഴ്ത്തപ്പെടുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോൾ, മനുഷ്യർ നമ്മളെ താഴ്ത്താനും ചവിട്ടുവാനും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥരാകേണ്ട. നിന്നെ ഉയർത്തുന്ന, നിന്നെ മഹത്വത്തോടെ പണിതുയർത്തുന്ന, പരിപാലിക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ അവസരങ്ങൾ നിഷേധിച്ചാലും, നമുക്ക് ലഭിക്കേണ്ട നന്മകൾ തട്ടിത്തെറിപ്പിച്ചാലും, നീ എളിമയുള്ള താഴ്മയുള്ള ഒരാത്മാവാണെങ്കിൽ കർത്താവ് നിന്നെ അധികമായി ഉയർത്തും. താഴ്മയുള്ളവരെ കർത്താവ് ഉയർത്തുന്നു. ഇത് തന്നെയാണ് പത്രോസ്ലീഹ പറയുന്നത്. 1 പത്രോസ് 5-ാമത്തെ വചനം, 1 പീറ്റർ 5:6 എന്താ പറയുക? ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. കർത്താവ് എന്ത് ചെയ്യും? അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. കർത്താവ് തക്ക സമയം നമ്മളെ പരിപാലിക്കും. നമ്മളെന്താ ചെയ്യേണ്ടത്? ആ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ, ആ കൃപയുടെ കരങ്ങൾക്ക് കീഴെ താഴ്മയോടെ എളിമപ്പെട്ട് നിൽക്കുക. താഴ്മയോടെ ചവിട്ടും, മറ്റുള്ളവർ തരം താഴ്ത്തും, നമ്മൾ അധിക്ഷേപിക്കും, നമുക്ക് പേരുദോഷം ഉണ്ടാക്കും, നമ്മൾ അപമാനിക്കും, പലപ്പോഴും നമ്മൾ അവഹേളിക്കും, സംശയത്തോടെ കാണും, നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മൾ പിറുപിറുക്കണ്ട, അസ്വസ്ഥരാകേണ്ട. നമ്മൾ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് ദൈവം നമ്മളെ മാനിച്ചുയർത്തും. ഹല്ലേലൂയ. ആരൊക്കെ നമുക്ക് പേരുദോഷമുണ്ടാക്കിയോ, നമ്മളെ അപമാനിച്ചോ, അവഗണിച്ചോ, അവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുവാൻ നിന്റെ ദൈവം നിനക്ക് ഇടവരുത്തും. നമ്മൾ ആദരിക്കുന്നവന സഹോദരങ്ങളെ,
അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതാണ്. പൂർവ്വ ജോസഫിൻ്റെ ജീവിതങ്ങൾ കണ്ടില്ലേ? ദൈവം നൽകിയ സ്വപ്നങ്ങൾ അവൻ മുറുകെ പിടിച്ചു. എന്തൊക്കെ അവന് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവനെ അപമാനിതനായി, പേരുദോഷമുണ്ടായി, അവൻ്റെ സൽപ്പേര് നഷ്ടപ്പെട്ടു, ഒരുപാട് അവഹേളിക്കപ്പെട്ടു, അപമാനിതനായി. മാനുഷികമായി പറഞ്ഞാൽ എല്ലാം അവന് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവിടെയും അവൻ താഴ്മയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ ആരൊക്കെ തന്നെ അപമാനിച്ചു, തനിക്ക് പേരുദോഷം വരുത്തി വെച്ചു, അവരുടെ മുൻപിൽ അവരെക്കാൾ എത്രയോ ഉന്നതമായൊരു പദവിയിലേക്ക് ദൈവം ജോസഫിനെ ഉയർത്തുകയാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി, പ്രൈം മിനിസ്റ്ററായി, ഗവർണറായി കർത്താവ് ജോസഫിനെ ഉയർത്തും. ഇസ്രായേലിൽ ഈജിപ്തിൻ്റെ ഗവർണറായി, അഡ്മിനിസ്ട്രേറ്ററായി കർത്താവ് ഉയർത്തും. ആ ഫറവ് കഴിഞ്ഞ് തൊട്ട് സ്ഥാനം താഴ്മയോടെ തക്ക സമയത്ത് ദൈവം ഉയർത്തും. തക്ക സമയത്ത് ദൈവം ഇതെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവപരിപാലനം അനുഭവിക്കാൻ പറ്റുന്നത് താഴ്മയുള്ള ജീവിതങ്ങളിലാണ്, കൂട്ടായ്മകളിലാണ്, മിനിസ്ട്രികളിലാണ്, അങ്ങനെയുള്ള കുടുംബങ്ങളിലാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ലൂക്കാട് സുവിശേഷം 1:48 വചനം പറയുന്നു. ലൂക്ക് 1:48 അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഉയർത്തപ്പെട്ടത് അവളുടെ താഴ്മയാണ്. നാലാമത് നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിനെ ആദരിക്കുന്ന ജീവിതങ്ങളിൽ, കർത്താവിനെ മാനിക്കുന്ന ആദരിക്കുന്ന ജീവിതങ്ങളിൽ അപരിപാലനയുണ്ടാകും. കർത്താവിനുള്ള റെഫറൻസ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആദരവ്, ഭയഭക്തി, ആദരവ്, കർത്താവിനോടുള്ള ആദരവിൽ നമ്മൾ വളരണം സഹോദരൻ. 34 സങ്കീർത്തനം 9 ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. എന്താണ് ഈ ഭയം എന്ന് പറയുന്നത്? കർത്താവിനോടുള്ള ആദരവാണ്, റെഫറൻസ് ആണ്, റെസ്പെക്റ്റ് ആണ്, ബഹുമാനം ഉണ്ടാവണം. ദൈവവചനത്തോട്, പരിശുദ്ധ കുർബാനയോട്, കർത്താവിന് പ്രതിഷ്ഠിതമായ ഇടങ്ങളോട്, വസ്തുക്കളോടൊക്കെ ആദരവും ബഹുമാനവും നമുക്കുണ്ടാകണം. അവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ദൈവവചനം ഉറപ്പ് തരികയാണ്. 23 സങ്കീർത്തനം 1 പറയുന്നില്ല, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് ഇടയനായി അവരെ നയിക്കും. തന്നെ ആദരിക്കുന്നവരെ, തന്നെ ബഹുമാനിക്കുന്നവരെ കർത്താവ് ഇടയനായി അവരെ നയിക്കും, അവരെ പരിപാലിക്കും. ഒരു നല്ല ഇടയൻ തൻ്റെ ആട്ടിൻപറ്റത്തെ വളരെ ശ്രദ്ധയോടെ നയിക്കുന്നത് പോലെ, ഒന്നിനും കുറവില്ലാതെ തൻ്റെ അജഗണത്തെ പരിപാലിക്കുന്നത് പോലെ, തന്നെ ആദരിക്കുന്നവരെ, തന്നോട് ബഹുമാനം പുലർത്തുന്നവരെ കർത്താവ് നിരന്തരം പരിപാലിക്കുന്നു. ഒരു കുറവും അവർക്ക് വരുത്തുവാൻ കർത്താവ് സമ്മതിക്കില്ല. ഹല്ലേലൂയാ. റെഫറൻസ്, റെസ്പെക്ട് നമുക്കുണ്ടാകണം. ഡിസ്റെസ്പെക്ട് അരുത് സഹോദരൻ. സാമുവേൽ 1 പുസ്തകം 2:30 ഇതേ സത്യമാണ് കർത്താവ് പറയുന്നത്. നിങ്ങളതിൻ്റെ അവസാന ഭാഗത്തോട്ട് വരിക. എന്നാൽ ഇപ്പോൾ കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെ ആയിരിക്കുകയില്ല. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. കർത്താവിനെ ആദരിക്കുന്നവരെ അവരെ കർത്താവ് ഉയർത്തും, അവരെ പരിപാലിക്കും, അവരെ വഴി നടത്തും, അവരെ കരുതും കർത്താവ്. എന്നെ ആദരിക്കുന്നവരെ ഞാൻ ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദനമേൽപ്പിക്കപ്പെടും, അവർ നിന്ദിക്കപ്പെടും, അവർ അവകാശികളായി തീരും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. കർത്താവിനോടുള്ള ആദരവിലും ബഹുമാനത്തിലും നിരന്തരം നമ്മുടെ കുടുംബങ്ങൾ വളരണം, തലമുറകൾ വളരണം, മിനിസ്ട്രികൾ വളരണം, കൂട്ടായ്മകൾ വളരണം, നമ്മൾ ഓരോരുത്തരും വളരണം. അവിടെ ഒന്നിനും കുറവില്ലാത്ത വിധം യഹോവ ചാരയായി നമ്മുടെ മധ്യേ ഇരുന്ന് നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അവസാനമായി 5ാമത് നിങ്ങൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ, കർത്താവിനെ തേടുന്നവരെയാണ് കർത്താവ് പരിപാലിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രീം പ്രയോറിറ്റി കർത്താവായിരിക്കണം. നമ്മൾ കർത്താവിനെ എപ്പോഴും ആഗ്രഹിക്കണം. നമ്മുടെ ആഗ്രഹം കർത്താവിനോടായിരിക്കണം.
കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം നമുക്കുണ്ടാകും. ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ, ഈ ലോകത്തിൻ്റെ വസ്തുക്കളോ, നശ്വരമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളോ നിറങ്ങളോ ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മളിപ്പോഴും ആഗ്രഹിക്കേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യം. നിരന്തരം കർത്താവിനെ ആഗ്രഹിക്കുക, കർത്താവിനെ തേടുക, കർത്താവിനെ അന്വേഷിക്കുക, ആ പ്രശംസന് വേണ്ടി ദാഹിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുക. 34 സങ്കീർത്തനം 10-ാമത്തെ വചനം അതാ പറയുന്നത്. സിംഹക്കുട്ടികൾ ഇരക്കെട്ടാതെ വിശന്നു പോലെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കുറവുണ്ടാവില്ല. എന്നെ ഒരുപാട് പലപ്പോഴും അത്ഭുതപ്പെടുത്തിയ വചനമാണ്, സങ്കീർത്തന വചനമാണിത്. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നു വലഞ്ഞാലും എനിക്ക്, കാരണം കാട്ടിലെ ശക്തനായ മൃഗമാണ് സിംഹം. ഏത് മൃഗത്തെയും വേട്ടയാടി പിടിക്കാൻ സിംഹത്തിന് പറ്റും. അതുകൊണ്ട് ബാലസിംഹങ്ങൾക്ക്, കുട്ടിസിംഹങ്ങൾക്ക് അവർക്ക് ഇരകെട്ടാത്തൊരു കാലില്ല, അവർക്ക് വിശപ്പ് ഉണ്ടാവില്ല. കാരണം അപ്പനും അമ്മയും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയാം, അവർക്ക് പോലും ആഹാരം കിട്ടാത്ത, ഭക്ഷണം കിട്ടാത്ത കഠിനമായൊരു ക്ഷാമ സമയത്ത് പോലും കർത്താവിനെ തേടുന്നവർക്ക്, ആരെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ സുപ്രീം പ്രയോറിറ്റിയായി ഏറ്റവും മുൻഗണന കർത്താവിന് കൊടുക്കുന്നുവോ, ആരെല്ലാം എപ്പോഴും കർത്താവിനെ ആഗ്രഹിക്കുന്നുവോ, അപ്രകാരമുള്ള ജീവിതങ്ങളെ, കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, മിനിസ്ട്രികളെ കർത്താവ് നിരന്തരം പരിപാലിക്കുന്നു. അവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ. അവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഏത് നേരത്തും ഏത് സാഹചര്യത്തിലും ഒരു കുറവും വരുത്താതെ നമ്മെ പരിപാലിക്കുവാൻ, നിരന്തരം വഴി നടത്തുവാൻ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് കഴിയും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. നിന്റെ പ്രയോറിറ്റി നിന്റെ കർത്താവായിരിക്കണം. ഈ ലോകത്തിൽ ഒരു വ്യക്തിയുമാകെ, നിന്റെ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ, നിന്റെ ജീവിതത്തിലെ യാതൊന്നുമാകരുത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമ ഏറ്റവും വലിയ മുൻഗണന കർത്താവായ യേശുവായിരിക്കണം, ഈശോയായിരിക്കണം. നീ കർത്താവിനായിട്ട് ആഗ്രഹിക്കും, കർത്താവിൻ്റെ സാന്നിധ്യം തേട്. എനിക്ക് മോശ പ്രവാചകൻ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? മോശ എപ്പോഴും കർത്താവിനെ തേടുന്നവനായിരുന്നു, കർത്താവിൻ്റെ ആലോചന അന്വേഷിക്കുന്നവനായിരുന്നു, എപ്പോഴും കർത്താവിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ എപ്പോഴും അതിനായി ആഗ്രഹിച്ച് തേടിക്കൊണ്ടിരുന്ന ഒരു പ്രവാചകനായിരുന്നു മോശ. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവം മോശയോട് പറഞ്ഞപ്പോൾ മോശ പറയുന്നൊരു കാര്യമുണ്ട്. 33:15 വചനമാണ്. മോശ പറഞ്ഞു, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ഏതാ ഇവിടെ നിന്ന്? ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഒന്നുമില്ലാത്ത മരുഭൂമി. ആ മരുഭൂമി ഞങ്ങളെ പറഞ്ഞയക്കരുത്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയെ മതി, അങ്ങയുടെ സാന്നിധ്യം മതി. അങ്ങുള്ള ചുട്ടുപൊള്ളുന്ന മരുഭൂമി, പാലും തേനും ഒഴുകുന്ന ആ വാഗ്ദാന ദേശത്തേക്കാൾ എത്രയോ സുഖകരമാണ്, ആനന്ദകരമാണ്. കർത്താവിന് പ്രയോറിറ്റി കൊടുക്കുകയാണ്, കർത്താവിന് മുൻഗണന കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കർത്താവിനെ തേടുകയാണ്, കർത്താവിനെ അന്വേഷിക്കുകയാണ്. കർത്താവ് മതി, കർത്താവ് മതി, കർത്താവ് മതി, യേശു മതി, യേശു മതി, യേശു മതി, യേശു മതി, യേശു മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വെറുതെ പറയുന്നല്ല സഹോദരങ്ങളെ. ഇത് പറഞ്ഞപ്പോൾ മോശയോട് എന്താ ദൈവം പറഞ്ഞത്? 14-ാമത്തെ വചനം കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ നിന്റെ കൂടെ വന്ന് നിനക്ക് ആശ്വാസം നൽകും, നിനക്ക് ഞാൻ ആശ്വാസം തരും. 34:10 വരിക. ഇതിന് മറുപടിയായി കർത്താവ് എന്താണ്? കർത്താവിനെ തേടിയപ്പോൾ, കർത്താവിന് മുൻഗണന കൊടുത്തപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിന്റെ പ്രവൃത്തി കാണും. ഇതൊന്നും മോശ പറഞ്ഞില്ല. മോശ പറഞ്ഞത്, കർത്താവേ, എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം മതി. മോശ കർത്താവിനെ തേടിയപ്പോൾ കർത്താവ് പറയാണ്, ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയിലും നടന്നിട്ടില്ലാത്ത അത്രമാത്രം വലിയ അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ.
എന്തൊരു വീരോടെയാണ് കർത്താവ് തൻ്റെ ജനത്തെ പരിപാലിക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ദൈവപരിപാലനം നിരന്തരം അനുഭവിച്ച് ദൈവാശ്രയത്വത്തിൽ ജീവിക്കുന്നവരാകുക. യഹോവ ജയറയായി നമ്മുടെ മധ്യേ കർത്താവുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിരന്തരം വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ക്ലേശങ്ങളുടെയും പ്രതിസന്ധികളുടെയും സഹനത്തിൻ്റെയും വേദനയുടെയും നാളുകളിൽ ഈ പ്രത്യാശ നമുക്ക് കൂടുതൽ ഊർജം പകരട്ടെ. നമ്മുടെ ജീവിതങ്ങളെ പ്രകാശമുള്ളതാക്കട്ടെ, തീഷ്ണതയുള്ളതാക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം.